നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിരുന്നു. ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അതിൽ ഓൾജിബ്രൈക്ക് ഇക്വേഷൻസ്, ഓപ്പറേഷൻസ്, അതായത് മാനിപ്പുലേഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ അത് എന്തൊക്കെ ലോസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതേപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ജനറലൈസേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ആയത് കാരണം റിയൽ നമ്പേഴ്സിന് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഡിവിഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം, കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡാണ് അടുത്തത് പറയാൻ പോകുന്നത്, ഡിവിഷൻ എന്ന് പറയുന്നത്. സോ ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ചെയ്യാം ഈസി ആയിട്ട്, ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. സോ ഡിവിഷനാണ് നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത്. Division. Okay, division of two complex numbers. So we have two complex numbers z1 and z2. നമ്മൾ പറഞ്ഞിരുന്നു z എന്ന് പറയുന്ന നമ്പർ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. z1 എന്ന് പറയുന്നതിനെ സം a+ib ഫോമിൽ എഴുതാം, z2 എന്ന് പറയുന്നതിനെ c+id ഫോമിൽ എഴുതാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്, a എന്ന് പറയുന്നത് റിയൽ പാർട്ട്, b എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്, i എന്ന് പറയുന്നത് ഇമാജിനറി യൂണിറ്റ്. അതേപോലെ തന്നെ z2ൽ c റിയൽ പാർട്ട്, d ഇമാജിനറി പാർട്ട്, i ഇമാജിനറി യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ z1 ഡിവൈഡഡ് ബൈ z2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, a+ib ഡിവൈഡഡ് ബൈ c+id ഫോമിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡിവിഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഒരു പ്രാക്ടിക്കൽ രീതിയിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ്, അതായത് c-id, c+id കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി യൂണിറ്റ് നെഗറ്റീവ് ആക്കുക, അതാണ് നമ്മളുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ c+id കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, c-id കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനും ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂവിന് ഒട്ടും മാറ്റം വരുന്നില്ല, ശരിയല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒറ്റ രീതിയിൽ തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണേ, അപ്പോൾ ആ വാല്യൂസിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. സോ c+id എന്ന് പറയുന്നതിൻ്റെ കോൺജുഗേറ്റ് c-id കൊണ്ട് മുകളിലും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ന്യൂമറേറ്റർ ആസ് a+ib ഇൻറ്റു c+id ഇൻറ്റു c+id, സോറി c-id, c+id അല്ല, c-id ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് c+id ഇൻറ്റു c-id. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് z ഇൻറ്റു z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. c+id ഇൻറ്റു c-id ഈസ് c² പ്ലസ് d², അല്ലെങ്കിൽ z ഇൻറ്റു z കോൺജുഗേറ്റ് x പ്ലസ് iy ആണെങ്കിൽ z ഇൻറ്റു z കോൺജുഗേറ്റ് ഈസ് x² പ്ലസ് y². സോ c+id ഇൻറ്റു c-id വിൽ ബിക്കം c² പ്ലസ് d². a+ib ഇൻറ്റു c+id എന്ന് പറയുന്നത്, ഒരു c-id എന്ന് പറയുന്നത് സാധാ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. താഴെ അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ നമുക്ക് റിയൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. റിയൽ നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് പോസിബിൾ ആണ്, അല്ലേ? നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് i എന്ന് പറയുന്ന ഇമാജിനറി യൂണിറ്റ് ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്തതുള്ളൂ. അപ്പോൾ താഴെ റിയൽ നമ്പർ വരികയാണെങ്കിൽ റിയൽ നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്, അല്ലേ? 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നതൊക്കെ നമുക്ക് റിയൽ നമ്പേഴ്സിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ √2/3 എന്നൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. √2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളത്. എന്താണ്, √2നെ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാർട്ട്, അതാണ് √2/3. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ നമുക്ക് പോസിബിൾ ആണ്, പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിനെ റിയൽ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമാണത്. ഓക്കെ, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരിക്കലും ഇമാജിനറി യൂണിറ്റ് വെക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഡിനോമിനേറ്ററിൽ ഒരിക്കലും ഇമാജിനറി യൂണിറ്റ് വെക്കരുത്. ഇമാജിനറി യൂണിറ്റ് ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് എപ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ബിക്കോസ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് പോസിബിൾ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഡിനോമിനേറ്റർ റിയൽ നമ്പർ ആക്കാനായിട്ട് എപ്പോഴും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് നിങ്ങൾക്ക് സ്കൂളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 1/√2 എന്ന് പറയുന്നതിന് ഒരിക്കലും നമ്മൾ അങ്ങനെ എഴുതില്ല. √2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് √2/2, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരിക്കലും നമുക്ക് റൂട്ട് അതിൻ്റെ ഇത് ഇറാഷണൽ നമ്പർ വയ്ക്കാറില്ല,
അല്ലേ? റൂട്ട് 2 എന്ന് പറയുന്ന നമ്പേഴ്സ് ഒന്നും വെക്കാറില്ല, നമ്മൾ റാഷണലൈസ് ചെയ്യും. റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യേണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിവിടെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എപ്പോഴും ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോമിനേറ്ററിലുണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാൻ. ദെൻ യു വിൽ ഗെറ്റ് ഡിനോമിനേറ്റർ ആസ് എ റിയൽ നമ്പർ. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം, അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുക. ടെക്സ്റ്റിലുള്ള എക്സാമ്പിളാണ്. ലെറ്റ് Z1 ഈസ് ഈക്വൽ ടു 2 - 3i and Z2 is equal to 4 plus 6i. This is two real numbers. Find Z1 by Z2 and 1 by Z1. Question ഇതാണ്. Z1 by Z2 നമുക്ക് കണ്ടുപിടിക്കണം, 1 by Z1 കണ്ടുപിടിക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, Z1 by Z2 നോക്കാം. What is Z1 by Z2? Z1 by Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 2 minus 3i divided by 4 plus 6i. This is Z1 minus Z1 by Z2. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ മാതിരി ഒരിക്കലും കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിനോമിനേറ്ററിൽ വെക്കരുത്. നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 plus 6i. വാട്ട് ഈസ് എ കോൺജുഗേറ്റ് ഓഫ് 4 plus 6i? Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? Z2 കോൺജുഗേറ്റ് ഈസ് 4 minus 6i. ഒന്നും ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇമാജിനറി യൂണിറ്റ് നെഗറ്റീവ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കോൺജുഗേറ്റ് കിട്ടും. സോ Z2 കോൺജുഗേറ്റ് ഈസ് 4 minus 6i. സോ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും 4 minus 6i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 minus 6i. സെയിം വാല്യൂ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഉണ്ടാവില്ല? ആ വാല്യൂവിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ 4 minus 6i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ട് വിൽ ബി ന്യൂമറേറ്റർ? 2 minus 3i into 4 minus 6i. And what will be denominator? Numerator എന്ന് പറയുന്നത് 2 minus 3i into 4 minus 6i. What will be denominator? This is a plus ib into a minus ib. That will become a square plus b square. അപ്പോൾ a square plus b square. A is 4 here, so 4 square plus b is 6 here, so 6 square. So 4 square plus 6 square will be the denominator. Numerator എന്ന് പറയുന്നത് എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്? 2 into 4, 2 into 6, then 3 into 4, 3 into 6. അങ്ങനെ കമ്പോണൻറ്റ് വൈസ് ആയിട്ട് ഓരോന്നായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരുന്നു. മനസ്സിലാവാത്തവർ ഒന്നും കൂടി ആ വീഡിയോ കണ്ടിട്ട് ചെയ്യാം കേട്ടോ. സോ 2 into 4, that is 8. 2 into minus 6i, that is minus 12i. Then minus 3 into 4, that is minus 12i again. Minus 3i into 4 will become minus 12i, and then minus 3i into minus 6i. What will minus 3i and minus 6i become? Minus 3 into minus will become minus 6 will become plus 18, and I into I will become I square. So 8 plus 18i square plus 18i square will become minus 18, because I square is equal to minus 1. I square എന്ന് പറയുന്നത് എന്താണ്? I square എന്ന് പറയുന്നത് minus 1 ആണ്. So 18i square will become minus 18. പ്രത്യേകം ഓർക്കുക, I square വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ minus 1 ആണ്. ഓക്കെ, സോറി, I square. ഓക്കെ, I square എന്ന് പറയുന്നത് minus 1 ആണ്. സോ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്ത് വരും? ന്യൂമറേറ്റർ വിൽ ബിക്കം 8 minus 12i. 8 minus 12i minus 12i minus 18. And what will be the denominator? 4 square is 16 and 6 square is 36. What is 36 plus 16? It will be 52, isn't it? So 52, this is the value. And what will you get as the numerator? Numerator will 8 minus 18 will become minus 10, and 12 minus 12 become minus 24. So minus 10 minus 24i divided by 52. ഒരിക്കലും നിങ്ങൾ ഈ 12iയും 8ഉം കൂടെ എല്ലാം കൂടെയും കൂട്ടി ചേർക്കരുത്. ഐയുടെ കമ്പോണൻസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇമാജിനറി പാർട്ടുകളും റിയൽ പാർട്ടുകളും കൂടി മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ റിയൽ പാർട്ടായിട്ടുള്ള 8ഉം minus 18ഉം ആഡ് ചെയ്യും, യു വിൽ ഗെറ്റ് minus 10. ഇമാജിനറി പാർട്ടായിട്ടുള്ള minus 12ഉം minus 12ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് minus 24. സോ minus 10 minus 24i divided by 52. This will be the value. നമുക്കിതിനെ a plus ib ഫോമിൽ എഴുതുകയാണെങ്കിൽ, അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് minus 10 divided by 52 minus 24 by 52
into I. So what is the real part of this one? Real part എന്ന് പറയുന്നത് മൈനസ് 10/52 ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് മൈനസ് 24/52 ആണ്. സോ ദിസ് വിൽ ബി ദ റിയൽ പാർട്ട്, ദാറ്റ് ഈസ് മൈനസ് 10/52 വിൽ ബി ദ റിയൽ പാർട്ട് ആൻഡ് മൈനസ് 24/52 വിൽ ബി ദി ഇമാജിനറി പാർട്ട്. ക്യാൻസൽ ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ അല്ലേ, 10ഉം 52ഉം 5/2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/26 വരും. ആൻഡ് 24ഉം 52ഉം 4 പോകും. സോ 4 പോയി കഴിഞ്ഞാൽ മുകളിൽ 6 താഴെ 13. സോ മൈനസ് 5/26 മൈനസ് 6/13 I will be the complex number required. So this is the complex number Z1 divided by Z2. So 2 minus 3i നെ 4 minus 6i കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് 5/13 മൈനസ് 6/13i. സോറി 5/13 അല്ല 5/32, സോറി 26. മൈനസ് 5/26 മൈനസ് 6/13i will be the answer, will be the quotient. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ Z1 divided by Z2 ചെയ്യുമ്പോൾ കിട്ടുന്ന quotient ഇതാണ്. ഓക്കെ, ഓർ വാല്യൂ ഇതാണ് വെൻ യു ഡിവൈഡ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഡിവിഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ ഒരിക്കലും കോംപ്ലക്സ് നമ്പർ വരുത്തി വയ്ക്കരുത്. ബിക്കോസ് നമുക്ക് ഡിനോമിനേറ്റർ ഡിവിഷൻ ബൈ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ കോൺജുഗേറ്റ് കൊണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമുക്ക് ഡിവിഷനിൽ കോൺജുഗേറ്റ് കൊണ്ടുള്ള ഡിവിഷൻ. കുറച്ചുകൂടെ പ്രോബ്ലംസുകളൊക്കെ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, നൗ നെക്സ്റ്റ് സെക്ഷൻ ഈസ് ജോമെട്രിക് ഇൻ്റർപ്രിറ്റേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജോമെട്രിക് ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, സോ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെ ജോമെട്രിക്കലി കാണാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ജോമെട്രിക്കലി കാണാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ഫോമിലാണ്, വേർ എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ രണ്ട് റിയൽ നമ്പേഴ്സാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. രണ്ട് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ നമ്പർ എക്സ്, ഒരു റിയൽ നമ്പർ വൈ. സോ രണ്ട് റിയൽ നമ്പേഴ്സ് ആയത് കാരണം നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സിനെ നമ്മുടെ റിയൽ ലൈനായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? രണ്ട് റിയൽ നമ്പേഴ്സും കൂടെ കൂടിക്കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ കോർഡിനേറ്റ് സിസ്റ്റം. isn't it? രണ്ട് റിയൽ നമ്പേഴ്സ് കൂടെ ഒരേപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം കിട്ടുന്നത് അല്ലേ? ദിസ് ഇസ് എക്സ് ആക്സിസ് and this is y axis. So this is x axis and y axis. So that means every real number can be understood, or every complex number can be determined as a point on the coordinate system. So any real number z, for example it is 2 plus 3i എന്ന് പറഞ്ഞ് നമുക്ക് പറയുകയാണെങ്കിൽ 2 is the real part and 3 is the imaginary part. So 2 plus 3i എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. 2, 3 എന്ന് പറയുന്ന പോയിന്റ് ആണ് കോംപ്ലക്സ് നമ്പർ 2 plus 3i നെ നമ്മൾ ജോമെട്രിക്കലി കാണുന്നത്. When you are finding z to be minus 2 minus i എന്നാണെങ്കിൽ നമ്മൾ എവിടെ നോക്കും? -2 is a real part with this minus x axis and -1 is in the imaginary part and this is in the minus y axis. So this is the point for -2 minus I. So geometrically -2 -1 will be the point for the complex number z equal to -2 minus I. So ഏതൊരു കോംപ്ലക്സ് നമ്പറിനും നമ്മൾ വെക്ടർ കാൽക്കുലസിൽ പറയുകയാണെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ് ആണ്. ശരിയല്ലേ? എക്സും വേണം വൈയും വേണം. ഒരു ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്യാനായിട്ട് രണ്ട് റിയൽ നമ്പേഴ്സ് വേണം. സോ ദാറ്റ് മീൻസ് ദ ബേസിസ്, ഒരു കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് ആണുള്ളത് അല്ലേ? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഓർ ഇസഡ് ഈസ് സ്പാൻഡ് ബൈ 2 റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇസഡ് ക്യാൻ ബി സ്പാൻഡ് ബൈ 2 റിയൽ നമ്പേഴ്സ്. ഒരു റിയൽ നമ്പർ ഇമാജിനറി പാർട്ടിനും ഒരു റിയൽ നമ്പർ റിയൽ പാർട്ടിനും. സോ ദാറ്റ് മീൻസ് അതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം ഓർ ഇറ്റ് ഈസ് സിമിലർ ടു R2 എന്ന് പറയുന്ന നമ്മുടെ ജോമെട്രിക്കൽ, അതായത് കോർഡിനേറ്റ് സിസ്റ്റത്തിനോട് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏതൊരു ഓർഡർഡ് പെയറിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ആം ടേക്കിംഗ് എ പോയിന്റ് -3 എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇവിടെയാണ് -3 എന്ന് പറയുന്ന പോയിന്റ്. ഈ -3 എന്ന് പറയുന്ന പോയിന്റ് എന്ത് കോംപ്ലക്സ് നമ്പറിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇസഡ് ഈക്വൽ ടു -3 + 3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് എവറി കോംപ്ലക്സ് നമ്പർ ഈസ് യൂണിക്ലി ഡിറ്റർമൈൻഡ് ബൈ ആൻ ഓർഡേർഡ് പെയർ ഓഫ് റിയൽ നമ്പേഴ്സ് xy. കോൺവേഴ്സ്ലി എവറി ഓർഡേർഡ് പെയർ xy എന്താണ്? ക്യാൻ ബി
corresponds to a real number z equal to x plus iy. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു വാല്യൂ ആണ്. സോ ജോമെട്രിക്കലി ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് എ കോംപ്ലക്സ് നമ്പർ ഹാസ് എ സിസ്റ്റം സിമിലർ ടു R2 എന്ന് പറയുന്ന നമ്മുടെ കോർഡിനേറ്റ് പ്ലെയിൻ, ആ കോർഡിനേറ്റ് പ്ലെയിനോട് ഈക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ ജനറലായിട്ട് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, അത് ഇതുകൊണ്ടാണ്, അതായത് ഒരു പ്ലെയിൻ, ജോമെട്രിക്കൽ പ്ലെയിൻ R2 പ്ലെയിനോട് ഈക്വലൻ്റ് ആയിട്ടാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ഉള്ളത്. സോ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില സമയങ്ങളിൽ ഇസഡ് പ്ലെയിൻ എന്നും പറയാറുണ്ട്. ഇസഡ് പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇതിൽ എക്സ് ആക്സിസ് വാല്യൂസ് എല്ലാം എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു? ആ ഇസഡ് പ്ലെയിൻ്റെ റിയൽ പാർട്ടും ഈ വൈ വാല്യൂസ് എല്ലാം ആ റിയൽ നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടും. മാത്രവുമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു പോയിന്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിലും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, what is the distance from this origin to that point? It is equal to root of 2 square plus 3 square, isn't it? Distance from origin to the point 2 plus 3i or 3 എന്ന് പറയുന്നത് എന്താണ്? root of 2 square plus 3 square ആണ്. That is equal to root of 4 plus 9 which is equal to root 13. So that means ഇതേപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനും ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു a പ്ലസ് ഐ ബി നോക്കുകയാണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇസഡ് പ്ലെയിനിലുള്ള ലെങ്ത് നമ്മൾ ലെങ്ത് എന്ന് പറയാറില്ല, ഇതിനെ ലെങ്ത് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ഒരു വെക്ടറിൻ്റെ ലെങ്ത് നമ്മൾ വെക്ടർ കാൽക്കുലസിലൊക്കെ വെക്ടേഴ്സ് പറയുമ്പോൾ പറയുന്നുണ്ട്, വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡയറക്ഷൻ ഉള്ളൊരു ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡയറക്ഷനും ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ദ മോഡുലസ് വാല്യൂ ഓർ ലെങ്ത് ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ്, വെക്ടറിൻ്റെ ലെങ്ത് ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ വേർ ടു വേർ ഇറ്റ് ഡിനോട്ട്സ്. അപ്പോൾ ഏതൊരു ഇസഡ് പ്ലെയിനിലുള്ള ഒരു പോയിന്റിനെ നമുക്ക് വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ആ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു a പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്കൊരു വെക്ടറായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ആ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a square plus b square, or this is nothing but the distance from the origin. And of course this will be always a real number. Length എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും, കാരണം അതിൽ എന്തില്ല, നമുക്ക് ഇമാജിനറി യൂണിറ്റ് ഒന്നും തന്നെ ഇല്ല. സോ ലെങ്ത് വിൽ ഓൾവേസ് ബി എ റിയൽ നമ്പർ. ഓക്കെ, സോ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്കൊരു കോർഡിനേറ്റ് പ്ലെയിനിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കോർഡിനേറ്റ് പ്ലെയിനിലുള്ള ഏതൊരു പോയിന്റിനെയും നമുക്കൊരു കോംപ്ലക്സ് നമ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റും നമുക്ക് എന്തായിട്ട് പറയാൻ സാധിക്കും? കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒരു വെക്ടറായിട്ട് പറയാൻ സാധിക്കും. XY എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഡയറക്ഷനുള്ള, ഒറിജിനിൽ നിന്ന് XY എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഡയറക്ഷനുള്ള ഒരു വെക്ടറായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റിയൽ നമ്പർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ആൻഡ് ദിസ് ലെങ്ത് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയറിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കാറുണ്ട് ചില സമയങ്ങളിൽ. ദിസ് ലെങ്ത് ഈസ് സംടൈംസ് കോൾഡ് മോഡുലസ് ഓർ അബ്സല്യൂട്ട് വാല്യൂ. The modulus of that complex number or absolute value of that complex number. അബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ ലെങ്ത്ത് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കണം. ഏതാണ്? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. പക്ഷേ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈസ് ഇസഡ് ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റ്. നമ്മൾ നേരത്തെയും കണ്ടിരുന്നു ഇസഡ് ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റ് ആണ് എന്ത്? ഇസഡ് ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടിരുന്നില്ലേ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ z into z conjugate എന്ന് പറയുന്നത് എന്താണ്? a square plus b square ആണ്. So what will be root of a square plus b square? It will be root of z into z conjugate. അതാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. മോഡുലസ് വാല്യൂ ഇസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് z into z conjugate. സോ കോൺജുഗേറ്റ് വെച്ചിട്ട് നമുക്ക് ലെങ്ത്തിനെ അല്ലെങ്കിൽ മോഡുലസിനെ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂവിനെ പറയാം. മോഡുലസ് ഓഫ് z, ദിസ് ഇസ് മോഡുലസ് വാല്യൂ ലെങ്ത്തിനെ നമ്മൾ സാധാരണ മോഡുലസ് L എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ, മോഡ് v വെക്റ്റർ മോഡ് വി. അപ്പോൾ മോഡ് എൽ അല്ലെങ്കിൽ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇതാണ്. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് z into z conjugate, or in other words mod z square is equal to z conjugate. This is an important result, okay, to be marked.
ഓക്കെ. അപ്പോൾ ഏതൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, ഏതൊരു കോംപ്ലക്സ് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കോംപ്ലക്സ് നമ്പറിൻ്റെ ലെങ്ത്ത്, അല്ലെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, അല്ലെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇസഡ് ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റിൻ്റെ റൂട്ടാണ്. ഓക്കെ. ഇസഡും ഇസഡ് കോൺജുഗേറ്റും തമ്മിലുള്ള പ്രൊഡക്റ്റിൻ്റെ റൂട്ടായിരിക്കും എപ്പോഴും ആ മോഡുലസ് വാല്യൂ. ഓക്കെ. ഇനി പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, അതായത് എപ്പോഴും നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഉണ്ടെങ്കിലും ആ ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, അല്ലെങ്കിൽ ഇസഡ് എന്ന് പറയേണ്ട, Z1 Z2 രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാം. ഇഫ് ഐ ആം ടേക്കിംഗ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2, Z1ഉം Z2ഉം എടുക്കുകയാണെങ്കിൽ Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ജോമെട്രിക്കലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി Z1 പ്ലസ് Z2? Z1 എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനത്തെ ഒരു വെക്ടറാണ് Z1 എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആവുന്നില്ല. ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ Z1 എന്ന് പറയുന്നത് ഈ പോയിന്റിലുള്ളൊരു വെക്ടറാണ്. ദിസ് ഇസ് എ വെക്ടർ Z2. ഓക്കെ. സോ ദിസ് വിൽ ബി Z1 ആൻഡ് Z2. സോ രണ്ട് വെക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എങ്ങനെയാണ്? രണ്ട് വെക്ടേഴ്സ് നമ്മൾ സം ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? Z1 എന്ന് പറയുന്ന വെക്ടറിൻ്റെ അറ്റത്ത് കൊണ്ട് Z2 എന്ന് പറയുന്ന വെക്ടർ പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ വാല്യൂ, അല്ലെങ്കിൽ ആ പാരലോഗ്രാം വെച്ചിട്ട്, നമ്മൾ പാരലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുമ്പ് വെക്ടേഴ്സിൻ്റെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1ൻ്റെ എൻഡിൽ കൊണ്ട് നമ്മൾ എന്ത് വയ്ക്കും? Z2 എന്ന് പറയുന്ന വെക്ടർ കൊണ്ട് പ്ലേസ് ചെയ്യും. വി വിൽ പ്ലേസ് Z2 there. Then what will be Z1 plus Z2? It is the distance from origin to the end point of Z2. Z1 plus Z2 എന്ന് പറയുന്നത് ഇതാണ്. Z1 plus Z2 എന്ന് പറയുന്നത് ഇതിൻ്റെ end point ആണ്. So that means if we are having Z1 to be 2 plus 3i and Z2 to be 2 minus 5i, what will be Z1 plus Z2? 4 minus 2i. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് Z1 plus Z2 or 2 plus 5i ആണെന്ന് നോക്കിക്കോ. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇറ്റ് വിൽ ബി 4 plus 8i. സോ ഇവിടെ ആയിരിക്കും 2 plus 3i എന്നുള്ള രീതിയിലിരിക്കുന്നത്. ഇവിടെയാണ് 2 മൈനസ്, ഇവിടെ 2 plus 3i ഇവിടെയും 2 plus 5i ഇവിടെയുമാണെങ്കിൽ ദിസ് വിൽ ബി 4 plus 8i. സോ സം വിൽ ബി ദിസ് വൺ. ആ നമ്മുടെ വെക്ടേഴ്സിൻ്റെ ആ പാരലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോ വെച്ചിട്ട് നമുക്ക് ജോമെട്രിക്കലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? Z1 plus Z2 ജോമെട്രിക്കലി കണ്ടുപിടിക്കാൻ സാധിക്കും. മാത്രവുമല്ല നമുക്ക് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2, അതായത് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് Z1 പ്ലസ് Z2. ലെങ്ത് ഓഫ് ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ സം ഓഫ് ദി അതർ ടു സൈഡ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതെങ്കിലും രണ്ട് സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത്തിനേക്കാളും ചെറുതായിരിക്കും തേർഡ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ Z1 പ്ലസ് Z2ൻ്റെ ലെങ്ത്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2. അതായത് Z1ഉം Z2ൻ്റെയും ലെങ്ത്തിൻ്റെ സമ്മിനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആവുന്ന എപ്പോഴാണ്? Z1ഉം Z2ഉം ഒരേ ഡയറക്ഷനിലാവുമ്പോൾ. അങ്ങനെ ആവുമ്പോഴാണ് Z1ൻ്റെ രണ്ട് വെക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ Z1ഉം Z2ഉം സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? Z1ൻ്റെയും Z2ൻ്റെയും ലെങ്ത്തിൻ്റെ ഈക്വൽ ആയിരിക്കും Z1 പ്ലസ് Z2ൻ്റെ ലെങ്ത്ത്. പക്ഷെ അല്ലാത്ത കേസുകളിലൊക്കെ Z1ഉം Z2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത്തിനേക്കാളും എപ്പോഴും ചെറുതായിരിക്കും മോഡുലസ് വാല്യൂ ഓഫ് Z1 പ്ലസ് Z2. ഈ ഒരു ഇക്വേഷനെ നമ്മൾ പറയുന്ന പേരാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. ഓക്കെ. ട്രയാങ്കിളിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത് കാരണം ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ. ഇനി മാത്രമല്ല നമുക്കിതിനെ ഏതൊരു ഫൈനൈറ്റ് സം, അതായത് നമുക്ക് ഒരു സം ഓഫ് ഒരു സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, Z1 Z2 എക്സെട്ര Zn എന്ന് പറയുന്ന എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സ്, കുറേ ഒരു സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ആസ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 പ്ലസ് എക്സെട്ര പ്ലസ് Zn. Zn will be less than or equal to mod Z1 plus mod Z2 plus etc. plus mod Zn. This is the generalization of triangular inequality. മാത്രമല്ല ഇതിപ്പോൾ ജനറലൈസേഷൻ ഓഫ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ആണ്. ഇനി ഞാനിപ്പോൾ Z1 ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന കോംപ്ലക്സ് നമ്പർ Z1 പ്ലസ് Z2 മൈനസ് Z2 എടുത്തു എന്ന് വിചാരിക്കാം. ഐ എം ടേക്കിംഗ് Z1 പ്ലസ് Z2 മൈനസ് Z2. സോ അപ്ലൈയിങ് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി ഫോർ ദിസ് വാല്യൂ ഐ എം ടേക്കിംഗ് Z1ൻ്റെ സ്ഥാനത്ത് Z1 പ്ലസ് Z2ഉം Z2ൻ്റെ സ്ഥാനത്ത് മൈനസ് Z2 എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി വെച്ച് ഐ ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് Z1
plus z2 minus z2 is less than or equal to, this will be less than or equal to, എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, മോഡുലസ് ഓഫ് z1 പ്ലസ് z2 മൈനസ് മോഡുലസ് ഓഫ് z2 പ്ലസ് മോഡുലസ് ഓഫ് z2 എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും അല്ലേ. കാരണം ഞാനിവിടെ എടുത്തേക്കുന്നത് z1ൻ്റെ സ്ഥാനത്ത് നമ്മുടെ ട്രയാങ്കുലർ ഇനീക്വാളിറ്റി എങ്ങനെയാണ്, z1 പ്ലസ് z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു z1 പ്ലസ് മോഡുലസ് ഓഫ് z1 പ്ലസ് മോഡുലസ് ഓഫ് z2. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ പ്ലസ് അടുത്ത കോംപ്ലക്സ് നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് എടുക്കുന്ന ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു z1 പ്ലസ് z2 ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ സാധിക്കും, ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് z1 പ്ലസ് z2, ഇവിടെ അടുത്തൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് മൈനസ് z2. ഇതിനെ ഇങ്ങനെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് വൺ or this can be written as modulus of z1 plus z2 minus z2. ഇതിനെ ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ ഞാൻ, z1 പ്ലസ് z2, നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ മാറും, പ്ലസ് മൈനസ് ഓഫ് z2. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് z1 plus z2 minus z2 will be less than or equal to the value length of first complex number plus length of second complex number. But what is the length of second complex number? Minus z2 ൻ്റെയും plus z2 ൻ്റെയും ലെങ്ത് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും, ബിക്കോസ് വി ആർ ടേക്കിംഗ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ പറഞ്ഞിരുന്നു ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഞാൻ പോസിറ്റീവ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞൊന്ന് വിട്ടുപോയി. ഇറ്റ് വിൽ ബി ഓൾവേസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ബിക്കോസ് വി ആർ ടേക്കിംഗ് എ സ്ക്വയർ ആൻഡ് ദെൻ എ സ്ക്വയർ റൂട്ട്. സ്ക്വയർ എടുക്കുന്ന എല്ലാ കേസിലും നമുക്കതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. സോ മൈനസ് z2ൻ്റെയും പ്ലസ് z2ൻ്റെയും മോഡുലസ് വാല്യൂ വിൽ ബി ഈക്വൽ ബിക്കോസ് വി ആർ ടേക്കിംഗ് പോസിറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ അത് കാരണം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓർ ദിസ് ക്യാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അപ്പോൾ എന്ത് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ എനിക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം, z1 പ്ലസ് z2 മൈനസ് z2 വിൽ ബിക്കം മോഡ് z1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് z2 പ്ലസ് മോഡ് z2. ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ഇതിനെ z2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, z2നെ ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മോഡുലസ് ഓഫ് z1 മൈനസ് മോഡുലസ് ഓഫ് z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് z2. ഓക്കെ, സോ ട്രയാങ്കുലർ ഇനീക്വാളിറ്റിയിൽ നിന്ന് കിട്ടുന്ന വേറൊരു വാല്യൂ ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് z1 പ്ലസ് മൈനസ് മോഡുലസ് ഓഫ് z2 is less than or equal to mod z1 plus z2 is less than or equal to mod z1 plus mod z2. So this triangular inequality വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ജനറലൈസ്ഡ് ഫോർമുലയാണിത്. ഓക്കെ, സോ രണ്ട് ഇത് ട്രയാങ്കുലർ ഇനീക്വാളിറ്റി വെച്ചിട്ട് ഇതിലും കൊടുത്തേക്കുന്ന ഈ രണ്ട് ഇനീക്വാളിറ്റീസ് ഒരുമിച്ച് ചെയ്തേക്കുന്നതാണ് ഇത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസുകളുണ്ട്, എക്സസൈസ് പ്രോബ്ലംസുകളുണ്ട്. നമുക്ക് a+ib ഫോമിൽ എഴുതാനുള്ളത്, കോംപ്ലക്സ് നമ്പേഴ്സിന് a+ib ഫോമിൽ എഴുതാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ഇവിടെ ചെയ്യാം. റൈറ്റ്, ക്വസ്റ്റ്യൻ ഇതാണ്. ദ ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് the given numbers in the form of a plus ib ഫോമിലെ കോംപ്ലക്സ് നമ്പേഴ്സിനെ എഴുതണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആണത്, 2i³ minus 3i² plus 5i. So this is the complex number 2i³ plus minus 3i² plus 5i. So ഇതിനെ നമുക്ക് a plus ib ഫോമിൽ എഴുതണം. ഇവിടെ നമുക്ക് a plus ib ഫോമിൽ എഴുതാനായിട്ട് ഇവിടെ i എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഓക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് 3i² ആണ് ഉള്ളത്, ഇവിടെ നമുക്ക് 2i³ ആണുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും, നമുക്ക് 2i³ എന്ന് പറയുന്നതിനെ, വാട്ട് ഈസ് 2i³? 2i³ ഈസ് നത്തിങ് ബട്ട് 2i into i², ശരിയല്ലേ? 2i into i² ആണ് 2i³. അതിനെ അപ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും, 2i into what is i² is equal to -1. So this is nothing but -2i. മാത്രമല്ല -3i² എന്ന് പറയുന്നത് എന്ത് വരും, -3 into -1. -3 into -1 എന്ന് പറയുന്നത് എന്താണ് വരിക, +3. Okay, -3 into -1 will become +3. So this will become +3. So -3i² will become -3 into -1, that is +3. So that means 2i³ can be written as -2i, -3i² can be written as +3 plus 5i. And what is -2i plus 5i? This will become 3 plus 3i. So this is how you write this complex number in the form a plus ib.
ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഇത്തരത്തിൽ എഴുതുന്നത്. ഇനി അതേപോലെ തന്നെ പല ക്വസ്റ്റ്യൻസുകളുണ്ട് ഇതേപോലെ 2/i. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് 2/i എന്ന് പറയുന്നതിനെ എങ്ങനെ a+ib ഫോമിൽ എഴുതാം. 2/i എന്ന് പറയുന്നതിനെ എങ്ങനെ a+ib ഫോമിൽ എഴുതാം. എപ്പോഴും 2/i വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ടു മൾട്ടിപ്ലൈ ബൈ i, ബിക്കോസ് നമുക്ക് റിയൽ നമ്പർ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു താഴെ കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നും പാടില്ല. അപ്പോൾ ഐനെ നമുക്ക് റിയൽ നമ്പർ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വാട്ട് വിൽ യു ഗെറ്റ്? 2i divided by I into I will become I square. But what is I square? It is -1. So this will become -2i, or 2/i can be written as 0 minus 2i. So this is of the form a+ib. ഓക്കെ, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സസൈസിലുണ്ട്, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ എക്സസൈസുകളിലുണ്ട്. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് പ്രാക്ടീസ് റൈറ്റിംഗ് ദിസ് കോംപ്ലക്സ് നമ്പേഴ്സ്. നെക്സ്റ്റ് സെക്ഷൻ മുതൽ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ടാണ്. ഇതുവരെ നിങ്ങൾക്ക് ഒരുവിധം പഠിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ബേസിക്സുകളാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ. ഇനി അങ്ങോട്ടേക്ക് അതിൻ്റെ പവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, കോംപ്ലക്സ് പ്ലെയിനിലെ സെറ്റിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യും. അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസിലേക്കൊക്കെ പോകും. അപ്പോൾ ഇവിടെ വരെയുള്ളത് ബേസിക് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ബേസിക്സ് ആണ്. നല്ലോണം തറോ ആയാൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.